എവരിവൺ, നമ്മുടെ ലേഡി സൂപ്പർ സ്റ്റാറായ നയൻതാര ഇപ്പോൾ ധനുഷിനെതിരായിട്ട് അവരുടെ ഇൻസ്റ്റാഗ്രാമിൽ ഒരു ഓപ്പൺ ലെറ്റർ പോസ്റ്റ് ചെയ്തിട്ടുണ്ടല്ലോ. വളരെ വലിയൊരു ലെറ്റർ ആയിരുന്നു അത്. വായിച്ചു തീർക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായതിനാൽ ഞാനത് ചുരുക്കി എന്താണെന്ന് പറയാം. ഈ നയൻതാരയും വിഘ്നേഷ് ശിവനും ഏകദേശം ഒരു 2 വർഷം മുമ്പാണ് വിവാഹിതരായത്. അപ്പോൾ അവരുടെ ആ വിവാഹം ഒരു ഡോക്യുമെൻ്ററി രൂപേണ നെറ്റ്ഫ്ലിക്സിൽ പബ്ലിഷ് ചെയ്യാൻ ഒരുങ്ങുകയായിരുന്നു. പക്ഷേ അത് 2 വർഷമായിട്ട് മുടങ്ങിക്കിടക്കുകയാണ്. അതിൻ്റെ കാരണം എന്തെന്നാൽ ധനുഷാണ് അതിനുള്ള മെയിൻ കാരണം. കാരണം ധനുഷ് പ്രൊഡ്യൂസ് ചെയ്ത് വിഘ്നേഷ് ശിവൻ ഡയറക്റ്റ് ചെയ്ത നാനും റൗഡിദാൻ എന്ന തമിഴ് ചിത്രം, അതിൽ നയൻതാരയായിരുന്നു നടി. ആ ചിത്രത്തിൻ്റെ ഷൂട്ടിങ്ങിനിടെയാണ് വിഘ്നേഷ് ശിവനും നയൻതാരയും പ്രണയത്തിലേർപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ ലൈഫിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സമയമാണത്. അതുകൊണ്ട് തന്നെ ഈ ഡോക്യുമെൻ്ററിൽ അത് ഉൾപ്പെടുത്തണം എന്നുള്ളൊരു ആവശ്യമാണ് നയൻതാര വെച്ചത്. പക്ഷേ ധനുഷ് പ്രൊഡ്യൂസ് ചെയ്ത ചിത്രമായതിനാൽ ധനുഷിന് അത് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ക്ലിപ്സും അവരുടെ ഡോക്യുമെൻ്ററിൽ ഇൻക്ലൂഡ് ചെയ്തതിന് താല്പര്യം ഉണ്ടായിരുന്നില്ല. പക്ഷേ റീസെൻ്റായിട്ട് അവർ ഇറക്കിയ ട്രെയിലറിൽ, ഈ ഡോക്യുമെൻ്ററിയുടെ മുൻപായിട്ട് ഇറക്കിയ ട്രെയിലറിൽ ഈ ഷൂട്ടിങ്ങിൻ്റെ ചില രംഗങ്ങൾ, അതും ഒരു 3 സെക്കൻഡ് മാത്രം ഉള്ള കുറച്ച് ഷൂട്ടിംഗ് രംഗങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അതിന് കോപ്പിറൈറ്റ് ഇഷ്യൂസ് രേഖപ്പെടുത്തുകയും അതിന് നഷ്ടപരിഹാരമായി 10 കോടി രൂപയാണ് ധനുഷ് ആവശ്യപ്പെട്ടത്. അപ്പം ആ ഒരു ആവശ്യം വളരെ മോശമായിട്ടുണ്ടായിരുന്നു. പിന്നെ പല രീതിയിലും ധനുഷിനെ കുറച്ച് കൊച്ചാക്കുന്ന രീതിയിലാണ് നയൻതാരയുടെ പോസ്റ്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഒരു പ്രതികാര ദാഹിയാണ് ധനുഷ്. പിന്നെ അവർ സ്റ്റേജിലൊക്കെ പറയുന്നത് പോലെ അവരുടെ ജീവിതത്തിൽ ധനുഷ് അങ്ങനെ ഒരു വ്യക്തിയല്ല. പിന്നെ തന്നോടും തൻ്റെ ഭർത്താവിനോടും ധനുഷിന് എന്തോ ഒരു തരം പകയുണ്ട് എന്നൊക്കെ രീതിയിലായിരുന്നു നയൻതാരയുടെ ആ ലെറ്ററിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നത്. അപ്പം ഈ ഇഷ്യൂ കാരണമാണ് ഈ ഡോക്യുമെൻ്ററി 2 വർഷമായിട്ട് മുടങ്ങിക്കിടക്കുന്നത്. അപ്പോൾ അവരുടെ ഡോക്യുമെൻ്ററിയിൽ 3 സെക്കൻഡിൽ കൂടുതൽ ആ ഷൂട്ടിംഗ് രംഗങ്ങൾ ഇൻക്ലൂഡ് ആവാൻ സാധ്യതയുണ്ടല്ലേ. അപ്പോൾ ധനുഷ ഇനി എത്രത്തോളം നഷ്ടപരിഹാരം ചോദിക്കുമെന്ന് ചിന്തിക്കാമോ? കാത്തിരുന്നാണ്. ബൈ ബൈ.